നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് സർക്കാർ ആശുപത്രിയിലെ ഒരു ഡോക്ടർ കണ്ണ് നിറഞ്ഞുകൊണ്ട് നന്ദി പറയുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? സോഷ്യൽ മീഡിയ വഴി എങ്ങാനും കണ്ടാലായി, വീണ ജോർജിന്റെ പേജ് വഴി എങ്ങാനും ചിലർ കണ്ടാലായി. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ആ ദൃശ്യം നിങ്ങളെ കാട്ടിയോ? വയനാട് നൂൽപ്പുഴ സർക്കാർ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് കണ്ടേ. കാരണം PHC ആയതുകൊണ്ട് ഡോക്ടറിന് കിട്ടില്ല എന്നൊക്കെ അറിവുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് സപ്പോർട്ട് ചെയ്തു പഞ്ചായത്ത് ജില്ലാ ഭരണകൂടം. കാരണം ആരും സമ്മതിച്ചില്ല ഇത്രയും എക്യുപ്മെന്റ്സ് ഇവിടെ വേണ്ട. പക്ഷെ ആ രോഗിയുടെ സന്തോഷം കണ്ടല്ലോ. ഒരു ഡോക്ടർ, അദ്ദേഹം തന്റെ ഹോസ്പിറ്റൽ ഒരു സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആ ആശുപത്രിയിൽ താൻ ചികിത്സയ്ക്കായി ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ എത്തിച്ചു നൽകിയതിന്റെ നന്ദി പ്രകടനമാണ് ആ നടത്തിയത്. കേരളത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ വിവാദത്തിൽപ്പെടുത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ അജണ്ട വെച്ച് പെരുമാറുന്നതാണ്. അവർക്കിടയിൽ നിന്ന് ഈ മന്ത്രി പദത്തിലേക്ക് എത്തിയ വ്യക്തിയാണ്. എന്നിട്ട് പോലും നിർദാക്ഷിണ്യം അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അസൂയ എന്ന് നമ്മുടെ നാട്ടിൽ പറയും. എന്തായാലും നിങ്ങൾ കണ്ട ആ ദൃശ്യം എത്ര മനോഹരമായ ദൃശ്യമാണ്. ജനങ്ങൾ കാണേണ്ട ഒരു ദൃശ്യമല്ലേ? ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ മന്ത്രിയെ കണ്ടപ്പോൾ ഇത്രയും വികാരപരമായി ഒക്കെ സംസാരിക്കുന്ന ഒരു ദൃശ്യവും, ആ ഹോസ്പിറ്റലിന് നൽകിയ പരിഗണനയ്ക്ക് അദ്ദേഹം നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് എന്താണ് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് മന്ത്രി വീണ ജോർജ് തന്നെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റോബോട്ടിക് ഫിസിയോതെറാപ്പി ജി ഗേറ്ററോ എന്ന് ചിലർ ചോദിച്ചു. എന്നാൽ എന്റെ ഗവൺമെന്റ് ഇത് ചെയ്തു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റോബോട്ടിക് ഫിസിയോതെറാപ്പി സംവിധാനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ മെഡിക്കൽ ഓഫീസർ പ്രിയപ്പെട്ട ഡോക്ടർ ദാഹർ മുഹമ്മദിന്റെ വാക്കുകൾ ഇടറി. എത്ര ആത്മാർത്ഥതയോടെയും സമർപ്പണത്തോടെയുമാണ് ഡോക്ടർ നൂൽപ്പുഴയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതായിരുന്നു ആ വാക്കുകൾ. ഒരു മാതൃകാ കുടുംബാരോഗ്യ കേന്ദ്രമായ നൂൽപ്പുഴയിലെ ഓരോ പ്രോജക്റ്റിലും ഡോക്ടർ ദാഹിറിന്റെ കയ്യൊപ്പുണ്ട്. ഡോക്ടർ ദാഹിറിനെ പോലുള്ള ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ കരുത്ത്. അതെ, ഡോക്ടർ ദാഹിറാണ് ആ ദൃശ്യത്തിൽ നിങ്ങൾ കണ്ടത്. വയനാട് പോലുള്ള ജില്ലയിലെ സർക്കാർ ആശുപത്രിയാണ് ഈ നൂൽപ്പുഴയിലേത്. മാതൃകാ സ്ഥാപനമാണ്. അവിടങ്ങളിൽ വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ അത് മന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ആരോഗ്യ വകുപ്പ് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനത്തിന്റെ സംതൃപ്തിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ഇന്നലകളിൽ കുറ്റപ്പെടുത്തിയവർ എന്താണ് ഇത് നിങ്ങളെ കാണിക്കാത്തതും? ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വ്യക്തികളെ കുറ്റപ്പെടുത്തുക, സമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്തുക എന്നതൊക്കെയാണോ? അതിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ഒരു വാക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാട്ടാറുമില്ല. അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങളെല്ലാം വലിയ വാർത്തയാണ്. അവിടെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് വീണ ജോർജ് എന്ന മന്ത്രിയോട് വല്ലാത്ത അസൂയ ഉണ്ടെന്ന് പറയേണ്ടി വരുന്നത്. അതിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഡോക്ടർ ദാഹിറിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് തെളിയുന്നത്. ഒരു മെഡിക്കൽ ഓഫീസറായി ഒരു ഹോസ്പിറ്റലിൽ ചുമതലയിരിക്കുന്ന വ്യക്തിക്ക് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ആരോഗ്യ മേഖല സഹായിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന്, ഫിസിയോതെറാപ്പി മിഷന്റെ ഉദ്ഘാടനത്തിലേക്ക് അവിടേക്ക് വരുമ്പോൾ ആ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ച ആ വൈകാരിക ദൃശ്യം അത് കരളലിയിക്കുന്ന ദൃശ്യമാണ്. മനുഷ്യത്വമുള്ളവർക്ക്, മനുഷ്യ സ്നേഹമുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കേരളത്തിലെ ഡിഗ്രേഡ് മൊയന്തുകളും വീണ ജോർജിനോട് വലിയ അസൂയാലുക്കളായിട്ടുള്ളവർക്ക് ഇതൊക്കെ എന്ത് എന്ന് തോന്നും. കാര്യം അവരുടെ ഉദ്ദേശം എന്താണ്? വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നല്ലത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തരുത്. നല്ലത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇമേജ് ഇപ്പോഴുള്ളതിനേക്കാളും ഹൈപ്പായി പോകുന്നെങ്കിലോ. അതുകൊണ്ട് മറ്റ് ചിലർക്ക് വേണ്ടി, അതായത് മാങ്ങാണ്ടിയെ പോലുള്ള ചിലരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി വീണ ജോർജിനെ ആറന്മുളയിലെ പ്രവർത്തനം മോശമാണെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നതിനപ്പുറം എന്താണ് അവർ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അനുഭവസ്ഥരുടെ പ്രതികരണം എന്തെന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് ആരോഗ്യ രംഗത്ത് വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആരോഗ്യ മേഖലയിലുള്ളവർ പോലും സംതൃപ്തരാണെന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളും ഇടത് വിരോധികളും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ കയ്യടി നേടുന്നതാണെന്ന് നിസ്സംശയം പറയാം. അതിനൊരു തെളിവ് കൂടിയാണ് ഡോക്ടർ ദാഹിറിന്റെ ആ നിയന്ത്രണം വിട്ടുള്ള പ്രതികരണമെന്ന് പറയേണ്ടി വരികയാണ്.